പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ റൂൾ 50 നോട്ടീസ് അവതരിപ്പിക്കാൻ CPI പി പ്രസാദാണ് നോട്ടീസ് നൽകിയത്. വി അരുൺ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും. അരുൺ, നേരത്തെ ഈ റൂൾ 50 അവതരിപ്പിക്കാനുള്ള അവസരം CPI ഒഴിവാക്കിയ പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം CPIയും CPMും തമ്മിൽ നടക്കുന്ന തർക്കമുണ്ട്. ഇതിനിടയിൽ ഇങ്ങനെയൊരു നടപടിക്രമത്തിലേക്ക്, സഭയിലെ സവിശേഷമായ ഈ നടപടിക്രമത്തിലേക്ക് കടക്കുന്നതിലൂടെ എന്താണ് CPI ലക്ഷ്യം വെക്കുന്നത്? പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കം CPM CPM തമ്മിലുണ്ട്. CPI പദവി പരസ്യമായി ആവശ്യപ്പെട്ടു. അതിൽ അതിർത്തി CPM പല തവണ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി. KN ബാലഗോപാലിന് ഉപനേതാവെ കൊണ്ടുവരാനാണ് CPMന്റെ ആഗ്രഹം. K രാജന് വേണ്ടി CPIയും ആ പദവി ആവശ്യപ്പെടുന്നു. ഏതായാലും അതിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ഭാഗമായി ഇതുവരെ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കഴിഞ്ഞ സെഷനിൽ CPIക്ക് 2 ദിവസം CPM അവതരിപ്പിച്ച് അടുത്ത ദിവസം CPI ആണ് റൂൾ 50 നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകേണ്ടത്. 2 ദിവസം CPM അവതരിപ്പിച്ചു. പക്ഷേ CPI അതിന് തയ്യാറായില്ല. അവസരം എന്നവർ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ഇന്നും വീണ്ടും CPIയുടെ ടേണാണ്. ഇത് CPI ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ അവർ നോട്ടീസ് നൽകിയിരിക്കുന്നു. പി പ്രസാദാണ് നോട്ടീസ് നൽകിയത്. PMC വിവാദമാണ്. PMC കരാറിൽ ഒപ്പിട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട തുറന്നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ് ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ റൂൾ 50 നോട്ടീസ്. ആ വിഷയം ഇന്ന് സഭയിൽ ചർച്ചയ്ക്ക് വന്നേക്കും. അത് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് CPI ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അത് പിണക്കം തീർന്നുകൊണ്ടാണോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അങ്ങനെ പെട്ടെന്ന് തീർന്ന പിണക്കമല്ല, വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നണിയുമായി സഹകരിച്ചു പോകാനാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് CPI നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് റൂൾ 50 നോട്ടീസ് CPIയുടെ പി പ്രസാദ് അവതരിപ്പിക്കും. അതിൽ സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് അറിയേണ്ടിയിരിക്കുന്നു. കാരണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ്. മുന്നണിക്കുള്ളിൽ പോലും വലിയ തർക്കങ്ങളുള്ള കാര്യമാണ്. മുസ്ലിം ലീഗിന് എതിർപ്പുണ്ട്. കോൺഗ്രസിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം സഭയിൽ സംസാരിക്കുമ്പോഴും മുനവച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന എന്ന് പ്രതീതി വരുത്തിക്കൊണ്ട് ഈ PMC RSSന്റെ പെറ്റ് പ്രോജക്റ്റാണ്. കുട്ടികളിൽ വിഷം കുത്തി നിറയ്ക്കുന്ന പദ്ധതി, രാഷ്ട്രീയമുള്ള RSSന്റെ പെറ്റ് പ്രോജക്റ്റാണ്. അതെങ്ങനെയാണ് ഇടതു സർക്കാർ നടപ്പാക്കാൻ തീരുമാനിച്ച ചോദ്യം ഇടതുപക്ഷത്തിനെതിരെ എറിഞ്ഞുകൊണ്ട് ആ മുന VD സതീശന്റെ തിരിച്ചു വയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. ഏതായാലും CPI CPM തർക്കത്തിന്റെ ഒരു പുതിയ ഏടായി ഇത് മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.